വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണത്തിനെതിരെ സർക്കാരിനും വനംവകുപ്പിനുമെതിരെ രൂക്ഷ വിമർശനവുമായി താമരശ്ശേരി കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമാർ. കാഞ്ഞിരപ്പള്ളി പാറത്തോട്ടിൽ നടന്ന ഇൻഫാം സംസ്ഥാന അസംബ്ലിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഇരുവരും. വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണത്തിനെതിരെ സർക്കാരിനും വനംവകുപ്പിനും എതിരെയും രൂക്ഷ വിമർശനമായാണ് താമരശ്ശേരി കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമാർ രംഗത്ത് എത്തിയിരിക്കുന്നത്. വന്യജീവി ആക്രമണത്തിനെതിരെ വനമന്ത്രി നിയമസഭയിൽ നടത്തിയ പരാമർശത്തിന്റെ കൂടി പിൻബലത്തിലായിരുന്നു ഇരുവരുടെയും പ്രതികരണം. വനം മന്ത്രി രാജിവെക്കണമെന്നും ഇവിടെ ഒരു സർക്കാർ ഉണ്ടോ എന്നും താമരശ്ശേരി ബിഷപ്പും ഇൻഫാം ദേശീയ രക്ഷാധികാരിയുമായ മാർ റെമിഞ്ചിയോസ് ഇഞ്ചിനാനിയിൽ പ്രതികരിച്ചു. കാട്ടുമൃഗങ്ങൾ വനത്തിൽ ജീവിക്കേണ്ടതാണ്. വന്യജീവി ആക്രമണത്തിൽ ആളുകൾ അടിക്കടി കൊല്ലപ്പെടുമ്പോൾ സർക്കാരും വനം വകുപ്പും എവിടെ പോയി എന്നറിയില്ലെന്നും കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ പറഞ്ഞു. നാട്ടിലെ ജനങ്ങളെപ്പറ്റി ആർക്കും വ്യാകുലതയില്ല. വന്യജീവി ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം സർക്കാരും ബന്ധപ്പെട്ടവരും ഏറ്റെടുക്കണം. നഷ്ടപരിഹാര തുക നൽകിയാൽ തീരുന്ന പ്രശ്നങ്ങളല്ല. ജനങ്ങളെ സംരക്ഷിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ രാജിവെച്ച് മാറി നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകരെയും കൃഷിക്കാരെയും രക്ഷിക്കുവാൻ വനം വകുപ്പ് ഒന്നും ചെയ്യുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വേദനിക്കുന്ന മനുഷ്യരുടെ വിവിധങ്ങളായ നിലവിളികൾ നമ്മുടെ മുമ്പിൽ വരികയാണ്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന 4 ദാരുണമായ മരണങ്ങൾ, ആ ഒരു നിലവിളി വച്ച ഇതുവരെയും ഈ പ്രദേശത്ത് കെട്ടടങ്ങിയിട്ടില്ല. പെരുവന്താനം പ്രദേശത്ത് കഴിഞ്ഞ ദിവസം മരിച്ച സോഫിയ എന്ന പ്രിയപ്പെട്ട സഹോദരിയും അവരുടെ കുടുംബവും ആ പരിസരങ്ങളും, വയനാട് അട്ടമല പ്രദേശത്ത് തൊട്ടടുത്ത് തന്നെ മരിച്ച ഒരു പ്രിയപ്പെട്ട മനുഷ്യൻ്റെ നിലവിളി, ആ കുടുംബത്തിൻ്റെ, ഇതുപോലൊരു 3-4 മരണങ്ങൾ, ആന ചവിട്ടിക്കൊന്ന മനുഷ്യ ജീവിതങ്ങൾ. ഇത് എവിടുന്നാണ് ഇതിനൊക്കെ ഒരു ഉത്തരം കിട്ടുന്നത് എന്ന് നമ്മളെല്ലാം നോക്കുകയാണ്. ആരുമില്ലേ ഇതിനൊന്നും ശബ്ദിക്കാൻ ഇവിടെ എന്ന ഒരു വലിയ ചോദ്യം നമ്മുടെ മനസ്സിൽ ഇരമ്പുന്നുണ്ട്. ഈ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇത് പറഞ്ഞു തുടങ്ങണമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വലിയ വേദനയോടുകൂടിയാണ് നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റൊന്നും പറയാതെ ഈ ഒരു ചിന്ത മനസ്സിലേക്ക് കയറി വരുന്നത്. നിലവിളി വെച്ചവരുടെ നടുവിൽ നിശബ്ദരായിരുന്നുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു കർഷക ജനതയുടെ ഭാഗമായി ഒന്നും മിണ്ടാതെ നിൽക്കാൻ പറ്റുക എന്നതാണ് നമ്മളെല്ലാം അലട്ടുന്ന ഒരു വലിയ പ്രശ്നം. ഇവിടെ ഒരു സർക്കാരുണ്ട്, സംവിധാനങ്ങളുണ്ട്, ഒരു വനം വകുപ്പുണ്ട്, ബന്ധപ്പെട്ട വനം വകുപ്പ് മന്ത്രിയുണ്ട്. എന്ത് അവരൊക്കെ എവിടെ പോയി? ഈ നിലവിളികളുടെ മുമ്പിൽ നിശബ്ദരായിട്ട് ഇങ്ങനെ ഇരിക്കാൻ എങ്ങനെ അവർക്ക് പറ്റും? കാട്ടുമൃഗങ്ങള് കാടിനുള്ളിൽ ജീവിക്കേണ്ട മൃഗങ്ങളാണ്. പക്ഷെ നാടിവിടില്ലേ? നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരില്ലേ? അവർക്ക് കുടുംബങ്ങളില്ലേ? ഇവിടെ ഒരു കാർഷിക ജനതയില്ലേ? കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടിലായ ഒരു കാർഷിക സംസ്കാരം ഇവിടെ ഇല്ലേ? ഈ നാടിന്റെ മാത്രമല്ല, ഈ രാജ്യത്തിന്റെ പോലും സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി എല്ലാവരും തിരിച്ചറിയുന്ന, മനസ്സിലാക്കുന്ന ഒരു കർഷക ജനത ഇവിടെ ഇല്ലേ? അവരെക്കുറിച്ച് ആർക്കും ആകുലതയില്ലേ ഇവിടെ ഭരിക്കുന്ന സർക്കാരുകൾക്ക്? നമ്മളെല്ലാം കൂടി ചേർന്നല്ലേ ഇവരെയൊക്കെ ഭരണത്തിലേക്ക് നയിച്ചത്. അപ്പൊ അവരോടൊക്കെ പറയാനുള്ള ഉത്തരവാദിത്വം നമുക്കില്ലേ? എന്തുകൊണ്ട് കർഷകരുടെ സ്വരം അവർ കേൾക്കുന്നില്ല? എന്തുകൊണ്ട് ഈ നിലവിളി വെച്ചവരുടെ മുമ്പിൽ അവരൊക്കെ കാതടയ്ക്കുന്നു? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഇവിടെ പ്രസക്തിയുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം ബന്ധപ്പെട്ട വ്യക്തികളും സർക്കാരുകളും ഏറ്റെടുക്കണം. ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ മാത്രം പോലെ ഉത്തരം പറയുകയും കൂടി ചെയ്യണം. കാരണം ഇവിടെ കൊല്ലപ്പെട്ട മനുഷ്യരുടെ ജീവന് വിലയായിട്ട് കുറച്ച് തുക കൊടുത്തു കഴിഞ്ഞാൽ തീരുന്നതാണോ? ഈ കൊല്ലപ്പെട്ട മനുഷ്യരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കാമെന്ന് ഏറ്റെടുത്തത് കൊണ്ട് തീരുന്നതാണോ ഈ പ്രശ്നം? അത് ഏറ്റെടുക്കണം. തീർച്ചയായിട്ടും നിസ്സാരമായ രീതിയിലുള്ള ഗൗരവമായിട്ട് ഏറ്റെടുക്കണം. അത് മാത്രം പോരാ, ഇനി ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ അടിയന്തരമായ നടപടികൾ ഉണ്ടാവണം. അത് സാധിക്കില്ലെങ്കിൽ രാജിവെച്ച് മാറി നിൽക്കണം ബന്ധപ്പെട്ടവർ. തീർച്ചയായിട്ടും വനം വകുപ്പ് മന്ത്രിക്കും വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. എന്തെല്ലാം നീതീകരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ഇതിനൊന്നും നീതീകരിക്കപ്പെടാവുന്ന കാര്യമല്ലത്. ജീവന്റെ പ്രശ്നമാണിത്. മാത്രമല്ല, ഇവിടെ ഒരു വനം വകുപ്പ് മാത്രമല്ല, കൃഷി വകുപ്പുമുണ്ട്. അപ്പൊ കൃഷി വകുപ്പിന് ഉത്തരവാദിത്വമില്ലേ കർഷകരെ സംരക്ഷിക്കാനായിട്ട്? വനം വകുപ്പ് വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ കൃഷി വകുപ്പ് കർഷകരെ സംരക്ഷിക്കേണ്ട വകുപ്പ് കൂടിയല്ലേ എന്ന കാര്യവും ആദരണീയനായ മന്ത്രി ഈ സമയത്ത് തിരിച്ചറിയേണ്ടതാണ്. അപ്പൊ അങ്ങനെ കർഷകർക്ക് സംരക്ഷണം ഒരുക്കാനായിട്ട് സംവിധാനങ്ങൾ സർക്കാരിനുണ്ട്.
അതും കൂടി ഗൗരവമായിട്ട് പരിഗണിക്കേണ്ട വിഷയമാണ്. ഇതെല്ലാം ഒരു ആഭ്യന്തര വിഷയമായിട്ട് കൂടി മാറുന്നുണ്ട്. ജനജീവിതങ്ങൾ ഇവിടെ കൊല്ലപ്പെടുകയും ദുരിതത്തിലാവുകയും ചെയ്യുമ്പോൾ അവിടെ ഇതൊരു ആഭ്യന്തര വിഷയമായിട്ട് കണക്കിലെടുത്തുകൊണ്ട് ആഭ്യന്തര മന്ത്രിയായ പ്രധാനപ്പെട്ട വ്യക്തികൾ, മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന ആളുകളൊക്കെ ഇതിനകത്ത് വളരെ കൃത്യതയോടുകൂടിയ തീരുമാനങ്ങളെടുത്ത് മുൻപോട്ട് വരണമെന്ന് ഇൻഫാം സംസ്ഥാന അസംബ്ലിയിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. സംസ്ഥാന പ്രസിഡന്റ് ജോസ് ഇടപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. ഇൻഫാം സംസ്ഥാന ഡയറക്ടർ ഫാദർ ജോർജ് പൊട്ടകൽ, ദേശീയ ജനറൽ സെക്രട്ടറി ഫാദർ ജോസഫ് കാവനാടി, ദേശീയ ഡയറക്ടർ ഫാദർ ജോസഫ് ചെറുകരക്കുന്നിൽ, സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ PV മാത്യു പ്ലാന്തറ, സംസ്ഥാന കോർഡിനേറ്റർ ഫാദർ ജോസഫ് മോനിപ്പള്ളി, താമരശ്ശേരി കാർഷിക ജില്ലാ ഡയറക്ടർ ഫാദർ ലൂക്കോസ് മാടശ്ശേരി, കോതമംഗലം കാർഷിക ജില്ലാ ഡയറക്ടർ ഫാദർ ജേക്കബ് റാത്തപ്പള്ളിയിൽ, പാറശാല കാർഷിക ജില്ലാ ഡയറക്ടർ ഫാദർ ജോർജ് വെട്ടിക്കാട്ടിൽ, മാവേലിക്കര കാർഷിക ജില്ലാ ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് പ്ലാവറക്കുന്നിൽ, ചങ്ങനാശ്ശേരി കാർഷിക ജില്ലാ ഡയറക്ടർ ഫാദർ തോമസ് താന്നിയത്ത്, പാലാ കാർഷിക ജില്ലാ ഡയറക്ടർ ഫാദർ ജോസ് തറപ്പേൽ, സംസ്ഥാന ട്രഷറർ തോമസ് തുപ്പലിഞ്ഞിയിൽ, ദേശീയ സെക്രട്ടറി സണ്ണി അരിഞ്ഞാണി പുത്തൻപുരിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.